നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. ദിവസവും ട്രെയിൻ യാത്ര നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ വളരെ ദീർഘദൂരമുള്ള യാത്രകൾക്കായി ട്രെയിനിനെ ആശ്രയിക്കുന്നവരും ധാരാളമാണ്. നിരവധി ആളുകളാണ് ഒരു ദിവസം ട്രെയിൻ ഗതാഗതം വഴി യാത്ര ചെയ്യുന്നത്. പക്ഷേ കാശും കൊടുത്ത് AC ടിക്കറ്റും എടുത്ത വലിയ മാന്യന്മാരെ പോലെ ട്രെയിനിൽ കയറുന്ന ചിലരുടെ കയ്യിലിരിപ്പ് കേട്ടാൽ ഇപ്പോൾ ആരും ഒന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകും. ട്രെയിനിൽ കിടക്കാൻ തരുന്ന ബെഡ്ഷീറ്റും ടവലുമൊക്കെ നൈസായിട്ട് സ്വന്തം ബാഗിലിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വമ്പൻ കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലെ പല യാത്രക്കാരും എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേയുടെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പറയാൻ സാധിക്കുന്നത്. 2022 ജാനുവരി മുതൽ 2026 മെയ് വരെയുള്ള കഴിഞ്ഞ 4 വർഷത്തെ മൊത്തം ചുരുങ്ങിയ കാലത്തിനിടെ 1,27,00,000-ലധികം ബെഡ്ഷീറ്റുകളും ടവലുകളും ബ്ലാങ്കറ്റുകളുമാണ് യാത്രക്കാർ അവരുടെ ബാഗിലാക്കി നൈസായിട്ട് മുക്കിയിരിക്കുന്നത്. ഇത് ചെറിയൊരു കണക്കല്ല. ട്രെയിൻ കയറുന്ന 1000-ൽ ഒരാൾ എന്ന കണക്കിനാണ് ഈ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നത്. ഒരു വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഇത്തരം മോഷണങ്ങൾ 56% കൂടിയിരിക്കുന്നത്. ഈ വൻ മോഷണം കാരണം റെയിൽവേക്ക് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. ഏകദേശം 104,51,00,000 രൂപയുടേതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം, യാത്രക്കാർ കൊണ്ടുപോകുന്ന ഈ സാധനങ്ങളുടെ പണം മുഴുവൻ ഈ കോച്ചുകളിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന പാവപ്പെട്ട അറ്റൻഡർമാരുടെ ശമ്പളത്തിൽ നിന്നാണ് കരാറുകാർ പിടിക്കുന്നത്. ദിവസത്തിന് വെറും 700 രൂപ മാത്രം കൂലി കിട്ടുന്ന ഈ പാവങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഓരോ മാസം ഇങ്ങനെ 2000 മുതൽ 3000 വരെ രൂപയാണ് സാധനങ്ങൾ നഷ്ടപ്പെടുന്നതിനെ പിഴയായി പിടിച്ചു വയ്ക്കുന്നത്. ഒരു തലയണ പോയാൽ 115 രൂപ, ബെഡ്ഷീറ്റിന് 198 രൂപ, ടവലിന് 48 രൂപ, ബ്ലാങ്കറ്റിന് 343 രൂപ എന്നിങ്ങനെയാണ് ഇവരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. നഷ്ടം സഹിക്കാൻ വയ്യാതെ ചില ട്രെയിനുകളിൽ യാത്രക്കാർ ചോദിച്ചാൽ മാത്രം ടവൽ കൊടുത്താൽ മതിയെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജീവനക്കാർ. ഇത്തരത്തിൽ വൻ തുക ശമ്പളത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് തങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണിക്കാണ് കാരണമാകുന്നതെന്നും അറ്റൻഡർമാർ സങ്കടത്തോടെ പറയുന്നു. ഒരു മാസം മുഴുവൻ അവധിയില്ലാതെ ജോലി ചെയ്താൽ പോലും കയ്യിൽ കിട്ടുന്നത് വെറും 21,000 രൂപയാണ്. അതിൽ നിന്നാണ് മോഷണം പോയ തുണികളുടെ പേരിൽ വലിയൊരു തുക കരാറുകാർ കവർന്നുകൊണ്ടു പോകുന്നത്. പലപ്പോഴും യാത്രക്കാർ ഇറങ്ങിപ്പോയ ശേഷമാണ് സാധനം നഷ്ടപ്പെട്ട വിവരം ഇവർ അറിയുന്നത് തന്നെ. റെയിൽവേയുടെ വിവിധ സ്ഥലങ്ങൾ നോക്കിയാൽ രാജസ്ഥാനിലെ ബിക്കാനീർ ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടന്നിരിക്കുന്നത്. ഇവിടെ മാത്രം 25 ലക്ഷത്തിലധികം സാധനങ്ങൾ കാണാതായിട്ടുണ്ട്. തൊട്ടു പിന്നിൽ റാഞ്ചിയും ഡൽഹിയുമാണുള്ളത്. മുംബൈ, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും വലിയ തോതിൽ മോഷണം നടക്കുന്നുണ്ട്. മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത് AC കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് 2 ബെഡ്ഷീറ്റ്, ഒരു ബ്ലാങ്കറ്റ്, ഒരു തലയണ ഉറ, ഒരു ഫേസ് ടവൽ എന്നിവയാണ് റെയിൽവേ സാധാരണ വിതരണം ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ഇവ തിരിച്ചെത്താറില്ല. ഇവ ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും വിതരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് കോൺട്രാക്ടർമാരാണ്. എന്ന് വെച്ചാൽ നിർദോഷകരമെന്ന് കരുതി ചിലർ നടത്തുന്ന മോഷണത്തിന്റെ നഷ്ടം കോൺട്രാക്ടർമാരുടെ തലയിലാകുമെന്ന് സാരം. ആളുകൾ ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റുന്നത് കൊണ്ടുപോകാൻ ഏറ്റവും എളുപ്പമുള്ള ചെറിയ ഫേസ് ടവലുകളാണ്. ഏകദേശം 46,54,000 ടവലുകളാണ് ഇത്തരത്തിൽ നഷ്ടമായത്. രണ്ടാമത് ബെഡ്ഷീറ്റുകളും അതിനു പിന്നാലെ തലയണ കവറുകളും ബ്ലാങ്കറ്റുമാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ നാണക്കേടിന്റെ കണക്കുകൾക്കിടയിലും നമ്മുടെ കേരളത്തിലെ പാലക്കാട് ഡിവിഷനിലും തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ഡിവിഷനിലും ഒരു മോഷണം പോലും നടന്നിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ യാത്രക്കാരുടെ ഉയർന്ന സാംസ്കാരിക ബോധമാണ് ഇത് കാണിക്കുന്നത്. ഈ വിഷയം അതീവ ഗുരുതരമാണെന്നും മോഷ്ടാക്കളെ പിടികൂടാൻ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നുമാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. ട്രെയിൻ ഇറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് യാത്രക്കാരിൽ നിന്ന് ബെഡ്ഷീറ്റും ടവലും തിരികെ വാങ്ങണമെന്ന പഴയ നിയമം ഇപ്പോൾ റെയിൽവേ വീണ്ടും കർശനമാക്കിയിട്ടുണ്ട്. പുതിയ കോച്ചുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുക, മൊബൈൽ ആപ്പുകൾ വഴി സാധനങ്ങളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക, കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ കോച്ചുകളിൽ വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ റെയിൽവേ ചെയ്യുന്നുണ്ട്. റെയിൽവേ നിയമപ്രകാരം ഇത്തരം സാധനങ്ങൾ മോഷ്ടിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണെന്നും സംശയം തോന്നുന്ന യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിക്കാൻ RPF-ന് പൂർണ്ണ അധികാരമുണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിടിയിലായാൽ കനത്ത പിഴയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. ഉത്തരേന്ത്യൻ റെയിൽവേ ഡിവിഷനുകളിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നതെന്നും കണക്കുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനീർ ഡിവിഷനിലാണ് ഇക്കാര്യത്തിൽ ഒന്നാമൻ. 25,76,000 രൂപയാണ് ഇവിടുത്തെ നഷ്ടം. 9,31,000 രൂപയുടെ നഷ്ടവുമായി റാഞ്ചി പിന്നാലെയുണ്ട്. ഡൽഹിയിൽ 8,21,000 രൂപ, മുംബൈയിൽ 8,17,000 രൂപ,
ജോധ്പൂർ 8,09,000 രൂപ, അഹമ്മദാബാദ് 6,94,000 രൂപ, ധനാപൂർ 5,27,000 രൂപ എന്നിങ്ങനെയാണ് ബാക്കി കണക്ക്. 2022 വെറും 2,99,000 രൂപ നഷ്ടമായതിൽ നിന്ന് ബിക്കാനീറിലെ കണക്ക് 4 വർഷത്തിന് ശേഷം 12,34,000 രൂപയായി വർദ്ധിച്ചു. എന്നാൽ ദക്ഷിണേന്ത്യയിലെ തിരുച്ചിറപ്പള്ളി, പാലക്കാട് ഡിവിഷനുകളിലാണ് ഇത്തരത്തിൽ ഒരു മോഷണവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും റെയിൽവേ കണക്കുകൾ. ഇത്തരത്തിൽ തലയണയും പുതപ്പും എടുത്ത് നൈസായി മുങ്ങുന്നവർ വിരുദ്ധന്മാരാണെന്നും വിചാരിക്കേണ്ടതില്ല. സംഗതി ഗൗരവമായി എടുത്ത ഇന്ത്യൻ റെയിൽവേ ഇത്തരക്കാരെ പിടികൂടാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായി AC കോച്ചുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താൻ ഒരുങ്ങുകയാണ് റെയിൽവേ. ഇത്തരക്കാരെ പിടികൂടിയാൽ കനത്ത പിഴയും ക്രിമിനൽ നടപടികളും സ്വീകരിക്കുമെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങൾ ജാമ്യമില്ലാ കുറ്റമാണെന്നും റെയിൽവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് പല സൗകര്യങ്ങളുമായിട്ട് അതിനൂതന ഗതാഗത സംവിധാനങ്ങളുമാണ് ഇന്ത്യൻ റെയിൽവേ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ മികച്ചതായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ യാത്രക്കാരുടെയും അല്ലെങ്കിൽ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. നമ്മളിങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറാൻ പാടില്ല. അത് ഇപ്പോൾ അതിൻ്റെ കാര്യം അവർ നോക്കിക്കോളും ഇവർ നോക്കിക്കോളും എന്ന് പറയാതെ നമ്മൾ തന്നെയാണ് അതിനെ ഏറ്റവും മികച്ചതായി കൊണ്ടുപോകേണ്ടത് എന്ന് ഓരോരുത്തരും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഉണ്ടാകില്ല. തീർച്ചയായിട്ടും നിയമം കടുപ്പിക്കാൻ തന്നെയാണ് റെയിൽവേയുടെ തീരുമാനം. അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ പല നിയമങ്ങൾ കർശനമായി തന്നെ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിലും ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർശനമായിട്ടുള്ള നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. മോഷണമാണ്, അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ജാമ്യമില്ല കുറ്റം തന്നെ റെയിൽവേ ചുമത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.